Hi, welcome to Electrical Space. Yes, it's a good space for electrical. ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് സെൽസ് ആൻഡ് ബാറ്ററീസ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്നത്. നമ്മുടെ KSEB സബ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഈ എക്സാം ആയിക്കോട്ടെ, അതുപോലെ ITI ഇലക്ട്രീഷ്യൻ, അതുപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാം, എല്ലാറ്റിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇൻ വിച്ച് റിവേഴ്സ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഏതിനകത്താണ് റിവേഴ്സ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ലക്ലാൻഷെ സെൽ, ഓപ്ഷൻ ബി വോൾട്ടായിക് സെൽ, ഓപ്ഷൻ സി സെക്കൻഡറി സെൽ, ഓപ്ഷൻ ഡി പ്രൈമറി സെൽ. അപ്പോൾ നമുക്ക് റിവേഴ്സ് കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സെക്കൻഡറി സെൽസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സെൽസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി സെൽസ് അതുപോലെ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അതുപോലെ അതായത് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റാത്തവയാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എഗെയിൻ റീചാർജ് ചെയ്യാൻ പറ്റും, റീചാർജബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്കവിടെ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. ഓക്കെ, പക്ഷേ പ്രൈമറി സെൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡറിയിൽ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. ഇതിനെ നമുക്ക് എഗെയിൻ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. സെക്കൻഡറി സെല്ലിനെ നമ്മൾ സ്റ്റോറേജ് സെൽസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ പ്രൈമറി സെൽസിന് എക്സാമ്പിളാണ് ആക്ച്വലി ഇവിടെയുള്ള ലക്ലാൻഷെ സെല്ല്, അതുപോലെ വോൾട്ടായിക് സെല്ല്, ദെൻ കാർബൺ സിങ്ക് സെൽ, അതിൽ വെറ്റ് സെല്ലിനെയാണ് നമ്മൾ ലക്ലാൻഷെ സെൽ എന്ന് പറയുന്നത്. ദെൻ കാർബൺ സിങ്ക് ഡ്രൈ സെൽസ്, അതുപോലെ ആൽക്കലൈൻ സെൽ, മെർക്കുറി സെൽ, സിൽവർ ഓക്സൈഡ് സെൽ, ലിത്തിയം സെൽ, ഇവയൊക്കെ നമുക്ക് പ്രൈമറി സെൽസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡറി സെൽസിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ലഡ് ആസിഡ് സെല്ലും അതുപോലെ നിക്കൽ കാഡ്മിയം ഓർ നിക്കൽ അയൺ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ ലക്ലാൻഷെ സെല്ല്, വോൾട്ടായിക് സെല്ലൊക്കെ പ്രൈമറി സെല്ലിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് റിവേഴ്സ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് സെക്കൻഡറി സെല്ലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. The specific gravity of electrolyte of a fully charged lead acid cell is dash. അതായത് ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിലെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1.15, ഓപ്ഷൻ ബി 1.11, ഓപ്ഷൻ സി 1.28, ഓപ്ഷൻ ഡി 1.13. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1.28 ആണ്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ലെഡ് ആസിഡ് സെല്ലാണ്. ഓക്കെ, ലെഡ് ആസിഡ് സെല്ല് ഒരു സെക്കൻഡറി സെല്ലാണ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ലെഡ് ആസിഡ് സെല്ലിൽ നമുക്കിവിടെ പറഞ്ഞു ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ലെഡ് ആസിഡ് സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഡയല്യൂട്ട് H2SO4. ഓക്കെ, സോ അതിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 1.24 മുതൽ 1.28 വരെയാണ് വാല്യൂ. നമുക്കിവിടെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് 1.28. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഓർക്കുക, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, ലെഡ് ആസിഡ് സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ 1.28, ഓപ്ഷൻ സി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ EMF ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ? അതായത് നമുക്കൊരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ EMF എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓപ്ഷൻ എ 2.1 വോൾട്ട്, ഓപ്ഷൻ ബി 1.8 വോൾട്ട്, ഓപ്ഷൻ സി 2 volt, option D 1.5 volt. Here correct answer option A 2.1 volt.
ഓക്കെ, അപ്പോൾ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ, ഒരു ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ EMF 2.1 വോൾട്ടാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് പറയുന്നത് ലെഡ് പെറോക്സൈഡും നെഗറ്റീവ് ഇലക്ട്രോഡ് സ്പോഞ്ചി ലെഡുമാണ്. അതും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2.1 വോൾട്ട്. അതാണ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ EMF. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് പർപ്പസ് ദ ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ചാർജിങ് ഓഫ് ബാറ്ററി? നമുക്കൊരു ബാറ്ററിയുടെ ചാർജിങ്ങിൽ നമുക്ക് ഹൈഡ്രോമീറ്ററിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് ഹൈഡ്രോമീറ്റർ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഡിറ്റർമൈൻ ദ AH കപ്പാസിറ്റി. AH കപ്പാസിറ്റി മീൻസ് ആംബിയർ ഹവർ കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പം ആ ഒരു ആംബിയർ ഹവർ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. ഓപ്ഷൻ ബി, ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. ഓപ്ഷൻ സി, ആക്സസ് ദി ബാറ്ററി വോൾട്ടേജ് ലെവൽ. ആ ബാറ്ററിയുടെ വോൾട്ടേജ് ലെവൽ ആക്സസ് ചെയ്യാൻ. ഓപ്ഷൻ ഡി, ആക്സസ് ദി ഡിസ്ചാർജ് ലെവൽ ഓഫ് ബാറ്ററി. ആ ബാറ്ററീൻ്റെ ഡിസ്ചാർജ് ലെവൽ ആക്സസ് ചെയ്യാൻ. ഹിയർ കറക്റ്റ് ആൻസർ നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻ ബി ആണ്, ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, കൺഫ്യൂഷനായി പോകരുത്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രോമീറ്റർ ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഡിവൈസ് കൺവേഴ്സ് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? നമുക്ക് ഏത് ഡിവൈസാണ്, താഴെ തന്നിട്ടുള്ള ഏത് ഡിവൈസാണ് സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ, ഫോട്ടോ വോൾട്ടായിക് സെൽ. ഓപ്ഷൻ ബി, ലിക്വിഡ് ക്രിസ്റ്റൽ ഡയോഡ്. ഓപ്ഷൻ സി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓപ്ഷൻ ഡി, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ് കറക്റ്റ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിഫക്റ്റ് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഇൻ സെക്കൻഡറി സെൽ? അപ്പം നമുക്ക് സെൽസിൽ ഉണ്ടാകുന്ന കുറേ ഡിഫക്റ്റുകളുണ്ട്. അതിനകത്ത് ഇവിടെ നമുക്ക് പറയുന്നത് ആ ഒരു സെക്കൻഡറി സെല്ലിലെ പ്ലേറ്റുകൾ ബെൻഡായി പോകുന്ന ഡിഫക്റ്റിനെ എന്താണ് പറയുന്നതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ, ലോക്കൽ ആക്ഷൻ. ഓപ്ഷൻ ബി, ബക്ലിംഗ്. ഓപ്ഷൻ സി, പാർഷ്യൽ ഷോർട്ട്. ഓപ്ഷൻ ഡി, ഹാർഡ് സൾഫേഷൻ. നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബക്ലിംഗ് ആണ് ഹിയർ കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് സെക്കൻഡറി സെല്ലിലെ പ്ലേറ്റ്സിന് ബെൻഡിങ്, ആ പ്ലേറ്റ്സ് ബെൻഡ് ആവുന്നത് ബക്ലിംഗ്. ഓക്കെ, ബി ഫോർ ബക്ലിംഗ് ആൻഡ് ബെൻഡിങ്. ഓക്കെ, അങ്ങനെ ഓർക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഇഫ് ദ ബാറ്ററി ഈസ് ടു ബി ചാർജ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ അറ്റ് ഹയർ റേറ്റ്? ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഏത് മെത്തേഡാണ് ചാർജിങ്ങിൻ്റെ, നമുക്കൊരു ബാറ്ററിയുടെ ചാർജിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് മെത്തേഡാണ് ഇവിടെ പറയുന്നത്? അതായത് ഇവിടെ പറയുന്നതാണ്, ഇഫ് ദ ബാറ്ററി ഈസ് ടു ബി ചാർജ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ അറ്റ് ഹയർ റേറ്റ്, അത് ഹയർ റേറ്റിൽ ഷോർട്ട് ഡ്യൂറേഷൻ, കുറഞ്ഞ സമയത്ത് ഹയർ റേറ്റിൽ ചാർജ് ചെയ്യുക. ആ മെത്തേഡിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, ഇനീഷ്യൽ ചാർജ്. ഓപ്ഷൻ ബി, ട്രിക്കിൾ ചാർജ്. ഓപ്ഷൻ സി, ബൂസ്റ്റ് ചാർജ്. ഓപ്ഷൻ ഡി, ഫ്രഷ്നിങ് ചാർജ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് ഡ്യൂറേഷൻ, ഹയർ റേറ്റിൽ ഷോർട്ട് ഡ്യൂറേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബൂസ്റ്റ് ചാർജാണ് കറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ബൂസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയർ റേറ്റിൽ ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഇനി എന്താണ് ഇനീഷ്യൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു അൺചാർജ്ഡ് ബാറ്ററിയെ, അതായത് ഓൾറെഡി മുന്നേ പ്രീവിയസ്ലി അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയെ ഫസ്റ്റ് ചാർജ് ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ ഇനീഷ്യൽ ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീവിയസ്ലി അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയെ ഫസ്റ്റ് ചാർജ് ചെയ്യുക, അതിനാണ് ഇനീഷ്യൽ ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രിക്കിൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെരി ലോ റേറ്റിൽ, അതായത് ഒരു നോർമൽ റേറ്റിൻ്റെ 2 മുതൽ 3% റേറ്റിൽ ലോങ് ടൈമിൽ, കുറേ ടൈമിൽ ഇങ്ങനെ ഈ ലോ റേറ്റിൽ ചാർജ് ചെയ്യുന്നതിനാണ് ട്രിക്കിൾ ചാർജ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിനാണ് ട്രിക്കിൾ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ലോ റേറ്റിൽ കുറേ ടൈം,
ഓക്കെ. ദെൻ അടുത്തത് ഫ്രഷനിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ബാറ്ററീനെ, ഒരു പുതിയ ബാറ്ററീനെ സർവീസിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയ ചാർജ് കൊടുത്തിട്ട് അതിനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫുൾ ചാർജ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ഒരു സർവീസിന് വേണ്ടി ചാർജ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഫ്രഷനിങ് ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ 4 മെത്തേഡും ജസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹയർ റേറ്റിൽ ഷോർട്ട് ഡ്യൂറേഷൻ, ചെറിയൊരു ഡ്യൂറേഷൻ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി, ബൂസ്റ്റ് ചാർജ്. Clear? Okay, then question number 8. What is the output voltage of lithium cell? ഒരു ലിത്തിയം സെല്ലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? ഓപ്ഷൻ എ 1.2 വോൾട്ട്, ഓപ്ഷൻ ബി 1.5 വോൾട്ട്, ഓപ്ഷൻ സി 1.8 വോൾട്ട്, ഓപ്ഷൻ ഡി 2.5 വോൾട്ട്. അപ്പോൾ നമുക്കറിയാം ലിത്തിയം സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൈമറി സെല്ല് വരുന്നതാണ്. ഓക്കെ, നമ്മൾ വാച്ചസിൽ അതുപോലെ എന്താ പറയുക, ആ സ്മോക്ക് അലാമിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ലിത്തിയം സെൽ, നമ്മൾ സാധാ വാച്ചസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിത്തിയം സെല്ലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2.5 വോൾട്ടാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ലിത്തിയം സെൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. The number of negative plates in a lead acid cell is dash. അതായത് ഒരു lead acid സെല്ലിൽ നെഗറ്റീവ് പ്ലേറ്റ്സുകളുടെ നമ്പർ എങ്ങനെയാകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 മോർ ദാൻ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്, അതായത് അതിനകത്തുള്ള പോസിറ്റീവ് പ്ലേറ്റ്സിനേക്കാളും ഒരു നമ്പർ കൂടുതലായിരിക്കും നെഗറ്റീവ് പ്ലേറ്റ്. ഓപ്ഷൻ ബി 1 ലെസ് ദാൻ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്, അതായത് ആ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഒന്ന് കുറവായിരിക്കും നെഗറ്റീവ് പ്ലേറ്റ്. ഓപ്ഷൻ സി ഈക്വൽ ടു പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ സെയിം നമ്പർ ഈക്വൽ ആയിരിക്കും നെഗറ്റീവ് പ്ലേറ്റ്. ഓപ്ഷൻ ഡി ദർ ഇസ് നോ സച്ച് റെസ്ട്രിക്ഷൻ, അങ്ങനെ അത്രയൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക, ഒരു ലെഡ് ആസിഡ് സെല്ലിൽ നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ നമ്പർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 മോർ ദാൻ നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്. അതായത് നെഗറ്റീവ് പ്ലേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം കൂടുതലായിരിക്കും, പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നമ്പറിനേക്കാളും ഒരെണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? ഓക്കെ, നമുക്കറിയാം ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി ആണ്, കറൻറ്റ് ഇൻറ്റു ടൈം. ഓക്കെ, അതാണ് ഇലക്ട്രിക് ചാർജ് Q, അതിൻ്റെ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി ആംപിയർ, ഓപ്ഷൻ ഡി കൂളംബ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ ഡി ആണ്, കൂളംബാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ലോ സെക്കൻഡറി സെൽ വർക്ക്സ്? അതായത് സെക്കൻഡറി സെല്ല് വർക്ക് ചെയ്യുന്ന ലോ ഏതാണ്? ഓപ്ഷൻ എ ലെൻസസ് ലോ, ഓപ്ഷൻ ബി ജൂൾസ് ലോ, ഓപ്ഷൻ സി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്, ഓപ്ഷൻ ഡി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഹിയർ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡറി സെല്ല് വർക്ക് ചെയ്യുന്നതാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഓക്കെ, ഒരിക്കലും ഫാരഡേസ് ലോ എന്ന് കാണുമ്പോൾ നേരെ പോയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയരുത്. അത് നമുക്ക് ജനറേറ്റർ മോട്ടറിൻ്റെ ഒക്കെ ആ ഒരു മെഷീൻസിൽ പറയുന്നത്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള സെക്കൻഡറി സെല്ല് വർക്ക് ചെയ്യുന്നതാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ്. അതായത് നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു മാസ് എന്ന് പറയുന്നത് എന്താ പറയുക, അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെയും ആ കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലായിരിക്കും. അതാണ് നമുക്ക് ആക്ച്വലി ആ ഒരു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസിൽ നമുക്ക് അതിലൊരു ചെറിയ എന്താ പറയുക, ചെറിയ ആശയം പറയുന്നത് അതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ മാസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോലിസിസ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഇലക്ട്രോലിസിസിൽ നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് അത് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, അതായത് നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്കവിടെ ഒരു മാസ് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു I ഇൻറ്റു ടി, കറണ്ടിൻ്റെയും ആ ഒരു ടൈമിൻ്റെയും പ്രോഡക്റ്റിന് പ്രപ്പോർഷണലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ആക്ച്വലി ഇക്വേഷൻ എം
പ്രപ്പോർഷണൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എം പ്രപ്പോർഷണൽ ടു ഐ ഇൻറ്റു ടി ആണ്. അപ്പോൾ നമ്മൾ ആ പ്രപ്പോർഷണൽ എന്നുള്ള ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എം ഈസ് ഈക്വൽ ടു എന്നൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് ഇസഡ്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതായത് ഓപ്ഷൻ എ എം ഇസ് ഈക്വൽ ടു ഐ ടി ഗ്രാം, ഓപ്ഷൻ ബി എം ഇസ് ഈക്വൽ ടു ഇസഡ് ഐ ടി ഗ്രാം, ഓപ്ഷൻ സി എം ഇസ് ഈക്വൽ ടു ഐ ടി ഡിവൈഡഡ് ബൈ ഇസഡ് ഗ്രാം, ഓപ്ഷൻ ഡി എം ഇസ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡഡ് ബൈ ഐ ടി ഗ്രാം. നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എം ഇസ് ഈക്വൽ ടു ഇസഡ് ഐ ടി ഗ്രാം ആണ്. അതായത് ഞാനിവിടെ പറഞ്ഞു നമുക്ക് ആക്ച്വലി ഇക്വേഷൻ എം പ്രപ്പോർഷണൽ ഐ ഇൻറ്റു ടി ആണ്. അപ്പോൾ ആ പ്രപ്പോർഷൻ എന്നുള്ള ഒഴിവാക്കി നമുക്കൊരു ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇസഡ്. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വാലൻറ്റ് അഥവാ ECE എന്ന് നമ്മൾ പറയും. അതായത് ഇലക്ട്രോ കെമിക്കൽ ഈക്വാലൻറ്റ് ECE, അതാണ് നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഐ ടി, അത്രയും ഗ്രാം. അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. Which material is used to make negative plates in lead acid battery? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ലെഡ് ഡയോക്സൈഡ്, ഓപ്ഷൻ ബി ലെഡ് സൾഫേറ്റ്, ഓപ്ഷൻ സി ലെഡ് പെറോക്സൈഡ്, ഓപ്ഷൻ ഡി സ്പോഞ്ചി ലെഡ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്പോഞ്ചി ലെഡ് ആണ് ആൻസർ. അപ്പം നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററീൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ്, നേരത്തെ പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയ ലെഡ് പെറോക്സൈഡ് ആണ്. അവിടെയുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. Which electrolyte used in carbon zinc dry cell? കാർബൺ സിങ്ക് ഡ്രൈ സെല്ലിൽ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് കാർബൺ സിങ്ക് ഡ്രൈ സെല്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബൺ സിങ്ക് ഡ്രൈ സെല്ലല്ലേ, അത് ഡ്രൈ സെല്ല് നമുക്കിവിടെ സ്പെഷ്യലി പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു മോയ്സ്റ്റ് പേസ്റ്റ് രൂപത്തിലുള്ള അമോണിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെയുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കാർബൺ റോഡാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്ക് കണ്ടെയ്നറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാർബൺ സിങ്ക് ഡ്രൈ സെൽ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. ഡ്യൂറിങ് ഡിസ്ചാർജ് ഓഫ് ബാറ്ററി ഡാഷ്, അതായത് ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ദ വോൾട്ടേജ് ഓഫ് സെൽ ഡിക്രീസസ്, സെല്ലിൻ്റെ വോൾട്ടേജ് കുറയുന്നു. ഓപ്ഷൻ ബി ദ വോൾട്ടേജ് ഓഫ് സെൽ ഇൻക്രീസസ്, സെല്ലിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നു. ഓപ്ഷൻ സി വോൾട്ടേജ് ഡസ് നോട്ട് ചേഞ്ച്, വോൾട്ടേജിൽ ഒരു ചേഞ്ച് വരുന്നില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഇവയിലൊന്നുമല്ല. സോ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ്ങിലാണ് എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദ വോൾട്ടേജ് ഓഫ് സെൽ ഡിക്രീസസ്. ആ സെല്ലിൻ്റെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ചെറിയൊരു എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ആക്ച്വലി അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ആക്റ്റീവ് ഇലക്ട്രോഡ്സ് സ്മോളർ ആവും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ഇലക്ട്രോഡ്സ് സ്മോളർ ആവും, അതിനനുസരിച്ച് അവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഹൈ ആവുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ട് ലോ ആവുന്നു. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് സെൽ ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? അപ്പോൾ ഒരു ഡിജിറ്റൽ വാച്ചസിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? ഓപ്ഷൻ എ വോൾട്ടൈക് സെൽ, ഓപ്ഷൻ ബി ലിത്തിയം സെൽ, ഓപ്ഷൻ സി മെർക്കുറി സെൽ, ഓപ്ഷൻ ഡി സിൽവർ ഓക്സൈഡ് സെൽ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഡിജിറ്റൽ വാച്ചസ് ആണ്. ഡിജിറ്റൽ വാച്ചസ് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മെർക്കുറി സെല്ലാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിജിറ്റൽ വാച്ചസിൽ കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മെർക്കുറി സെല്ല്. ഓക്കെ, എന്നാൽ നമുക്ക് സിൽവർ ഓക്സൈഡ് സെല്ലൊക്കെ നമുക്ക് ഇലക്ട്രോണിക് വാച്ചസിലൊക്കെ, അതുപോലെ ലിത്യം സെല്ലൊക്കെ ഇലക്ട്രോണിക് വാച്ചസിലൊക്കെയാണ്, അതുപോലെ ഹിയറിംഗ് എയ്ഡ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് ഡിജിറ്റൽ വാച്ചസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി
mercury. Okay, then question number 17. Question ഇതാണ്, which technique is used to control the corrosion of a metal surface? അതായത് ഒരു മെറ്റൽ സർഫസിൻ്റെ കൊറോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, കൊറോഷൻ വെച്ചാൽ തുരുമ്പ് പിടിക്കുന്നത്. അപ്പം ആ ഒരു മെറ്റൽ സർഫസിൻ്റെ കൊറോഷനെ കൺട്രോൾ ചെയ്യാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആനോഡിക് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബി കാഥോഡിക് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി ഇലക്ട്രോലിറ്റിക് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ഡി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രൊട്ടക്ഷൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാഥോഡിക് പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഏത് മെറ്റലിനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിനെ കാഥോഡായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനേക്കാളും ഒരു സാക്രിഫിഷ്യലായിട്ടുള്ള മെറ്റലിനെ ആനോഡായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഒരു മെറ്റൽ സർഫസിൻ്റെ കൊറോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് എഫക്റ്റ് കോസസ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ഇൻ ലിക്വിഡ്സ്? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ട് ലിക്വിഡ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ കാരണമാകുന്ന എഫക്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലിക്വിഡിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്, അവിടെ സംഭവിക്കുന്ന എഫക്റ്റ് എന്താണ്? ഓപ്ഷൻ എ ഹീറ്റിംഗ്, ഓപ്ഷൻ ബി ലൈറ്റിംഗ്, ഓപ്ഷൻ സി കെമിക്കൽ, ഓപ്ഷൻ ഡി മാഗ്നറ്റിക്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കെമിക്കൽ എഫക്റ്റ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. ഹൗ ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററീസ് ഈസ് സ്പെസിഫൈഡ്? അതായത് നമ്മൾ ബാറ്ററികളുടെ കപ്പാസിറ്റിയെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി ആംപിയർ ഹവർ, ഓപ്ഷൻ സി വോൾട്ട് ആംപിയർ, ഓപ്ഷൻ ഡി വാട്ട്. ഹിയർ കറക്റ്റ് ആൻസർ ആംപിയർ ഹവർ. നമ്മൾ ആംപിയർ ഹവറിലാണ് ബാറ്ററീസിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. ആംപിയർ ഹവർ അഥവാ നമ്മൾ ഷോർട്ടായിട്ട് എ എച്ച് എന്നും പറയും. ഓക്കെ, ആംപിയർ ഹവർ എ എച്ച്, ക്യാപിറ്റൽ എച്ചും പറയാറുണ്ട്, സ്മോൾ എച്ചും പറയാറുണ്ട്. ഓക്കെ, അപ്പം ആംപിയർ ഹവർ എ എച്ച്. ഓക്കെ, then question number 20. What is the effect if one cell is connected with reverse polarity in parallel combination circuit? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ നമ്മൾക്ക് ഒരു സെല്ല് റിവേഴ്സ് പൊളാരിറ്റിയിലായിപ്പോയി. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തായിരിക്കും? നമ്മൾ കുറേ സെൽസിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, പാരലൽ കോമ്പിനേഷനാണ്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ബൈ മിസ്റ്റേക്ക് ഒരു സെല്ല് റിവേഴ്സ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ട്, അവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിപ്പോവും. ഓപ്ഷൻ ബി വോൾട്ടേജ് ബിക്കം സീറോ, വോൾട്ടേജ് സീറോ ആയിപ്പോവും. ഓപ്ഷൻ ബി ബിക്കം ഓപ്പൺ സർക്യൂട്ട്, അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിപ്പോവും. ഓപ്ഷൻ ഡി നോ എഫക്റ്റ് വിൽ ഫങ്ഷൻ നോർമൽ, അതായത് ഒരു എഫക്റ്റ് ഒന്നുമില്ല, നമുക്ക് സാധാ നോർമൽ ഫങ്ഷൻ തന്നെ ആയിരിക്കും നടക്കുന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, അതായത് നമുക്ക് പാരലൽ കോമ്പിനേഷൻ ചെയ്തിട്ട് അതിലൊരു ഒരെണ്ണം റിവേഴ്സായി പോവുകയാണെങ്കിൽ, ബൈ മിസ്റ്റേക്ക് ഒരെണ്ണം റിവേഴ്സായിട്ട് വരുവാണെങ്കിൽ നമുക്കവിടെ മാക്സിമം കറണ്ട് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് ഫ്ലോ ചെയ്തിട്ട് ആ ഒരു സെല്ല് ഡാമേജ് ആയി പോകാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിവേഴ്സായിട്ട് വരുമ്പം അവിടെ ഷോർട്ട് സർക്യൂട്ടാണ് സംഭവിക്കുന്നത്, അത് കാരണം സെല്ല് ഡാമേജ് ആയി പോകാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടി പറയാം. നമുക്ക് സെല്ലിൻ്റെ നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഉണ്ട്, സീരീസ് കോമ്പിനേഷൻ ആയിട്ട് കോമൺ, രണ്ടിനും കൂടി കോമ്പിനേഷനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഹയർ ആംപിയർ ഹവർ റേറ്റിംഗ് കിട്ടാനും അതുപോലെ ഹയർ ഔട്ട്പുട്ട് കറണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, സെൽസിന് പാരലൽ കണക്ഷൻ കൊടുക്കുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, അതിൻ്റെ ആംപിയർ ഹവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരലൽ കണക്ഷനിൽ കൊടുക്കുന്നത്, അതുപോലെ ഹയർ ഔട്ട്പുട്ട് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒരു സിംഗിൾ സെല്ലിൻ്റെ സെയിം ഔട്ട്പുട്ട് വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പാരലൽ കോമ്പിനേഷൻ കൊടുക്കുന്നത്, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ആ സെൽസിൽ നമ്മൾ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുമ്പോൾ അവിടെയുള്ള സിംഗിൾ സെല്ലിൻ്റെ സെയിം ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പാരലൽ കൊടുക്കുന്നത് ഹയർ ആംപിയർ ഹവർ കപ്പാസിറ്റി അല്ലെങ്കിൽ ആംപിയർ ഹവർ റേറ്റിംഗ് കൂട്ടാൻ അതുപോലെ ഹയർ ഔട്ട്പുട്ട് കറണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരലൽ കോമ്പിനേഷൻ കൊടുക്കുന്നത്, അല്ലാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടാനല്ല. മെയിനായിട്ട് ആംപിയർ ഹവർ റേറ്റിംഗ്
ഹയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഹയർ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽസിന് സീരീസ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ സീരീസ് കോമ്പിനേഷൻ കൊടുത്താൽ നമുക്ക് ആംബിയർ ഹവർ റേറ്റ് നമ്മൾ മൊത്തം കുറേ എണ്ണം സീരീസ് ആയിട്ട് വെച്ച് അതിൻ്റെ AH റേറ്റിംഗ് അല്ലെങ്കിൽ ആംബിയർ ഹവർ റേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആംബിയർ ഹവർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ സെല്ലിൻ്റെ ആംബിയർ ഹവർ റേറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഹയർ വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പാരലൽ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം ബൈ മിസ്റ്റേക്ക് ആയിട്ട് റിവേഴ്സ് പൊളാരിറ്റി വന്നാൽ നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആയി പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സീരീസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കേസ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സെല്ല് നമുക്ക് ബൈ മിസ്റ്റേക്ക് ആയിട്ട് റിവേഴ്സ് ആയിപ്പോയെന്ന് വിചാരിക്കാം. അന്നേരം നമുക്ക് ആ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ബാക്കിയുള്ള സെല്ലുകളുടെ വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ, അന്നേരം നമുക്ക് ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും ലെസ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ലെസ്സായിട്ട് പോകും. അതാണ് നമുക്ക് സീരീസ് കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു സെല്ല് റിവേഴ്സായി പോയാൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ചോദിച്ചത് പാരലൽ കോമ്പിനേഷൻ്റെയാണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വിൽ ഗെറ്റ് ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന ഒരു ടോപ്പിക്കിലെ ഒരു 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ITI ഇലക്ട്രീഷ്യൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ മീറ്റർ റീഡർ എക്സാമിൻ്റെ, സബ് എഞ്ചിൻ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകളിൽ നിന്നാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.